ചോരയും വെള്ളവും ഒരേ സമയം ഒഴുകില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ച വാചകം ഇന്ന് പാകിസ്ഥാന്റെ നെഞ്ചിലെ തീയായി മാറുകയാണ്. അതിർത്തിയിൽ ഭീകരതയുടെ ചോരപ്പുഴ ഒഴുക്കി ഇന്ത്യയെ തകർക്കാൻ തുനിഞ്ഞവർ ഇന്ന് തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ വിറക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഇന്നത്തെ സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതുവരെ ഇത് ഇന്ത്യയുടെ ദൗർബല്യമല്ല, പകരം ശത്രുവിന്റെ കഴുത്തിന് പിടിച്ചു തന്നെ നൽകിയ ഏറ്റവും കൃത്യമായ മറുപടിയാണ്. നിങ്ങളൊന്ന് നോക്കൂ, അന്താരാഷ്ട്ര അതിർത്തിയിൽ തോക്കുകൾ കൊണ്ട് അഹങ്കരിച്ചവർ ഇന്നൊരു തുള്ളി വെള്ളത്തിന് വേണ്ടി വിറയ്ക്കുന്നു. ഒരു കാലത്ത് ഇന്ത്യയുടെ മണ്ണിൽ രക്തം ചീന്താൻ ഇവിടെ വന്നവർ ഇന്ന് സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ഓർത്തുള്ള പേടിയിലാണ്. ഇന്ത്യ ഞങ്ങളെ പട്ടിണിക്കിടുന്നേ, ഇന്ത്യ ഞങ്ങളെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ എംപിമാർ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ വലിയൊരു നാടകം കളിക്കുന്നുണ്ട്. പക്ഷേ അവർ മറന്നുപോകുന്ന ഒരു വലിയ സത്യമുണ്ട്. കരാറുകൾ എന്നത് മര്യാദയുള്ളവർക്ക് പാലിക്കാനുള്ളതാണ്. ഭീകരതയെ നെഞ്ചിലേറ്റുന്നവർക്ക് കരാറുകളെ കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇന്ന് പാകിസ്ഥാൻ ഭയക്കുന്നത് ഇന്ത്യയുടെ മിസൈലുകളെ അല്ല, മറിച്ച് ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ആഴത്തെയാണ്. അസിം മുനീറും ഷർമിള ഫാറൂഖിയും അടക്കമുള്ളവർ നടത്തുന്ന ഈ നിലവിളികൾക്ക് പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പാകിസ്ഥാൻ കൊയ്തെടുക്കുന്നത് അവർ തന്നെ വിതച്ച വിത്താണ്. ചോദിച്ചു വാങ്ങിയ പണിക്ക് എന്തിനാണ് ഇപ്പോൾ ഇത്ര പരിഭ്രമം? ഇനിയുമുണ്ട് പറയാനേറെ. എന്തിനാണ് പാകിസ്ഥാൻ ഇത്രയധികം വിറയ്ക്കുന്നത്? ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാനിന് പിന്നിലെ രഹസ്യം എന്താണ്? സിന്ധു നദി പാകിസ്ഥാന്റെ ജീവനാഡിയാണെങ്കിൽ ആ നാഡിയിലെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ വർഷം പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണം ഇന്ത്യ ഒരിക്കലും മറന്നിട്ടില്ല. ഇന്ത്യയുടെ മണ്ണിൽ നുഴഞ്ഞു കയറി ഇവിടുത്തെ ആൾക്കാരുടെ ജീവൻ കവർന്നപ്പോൾ അവർ കരുതിയത് ഇന്ത്യ പതിവ് പോലെ ചർച്ചകൾ നടത്തി മൗനം പാലിക്കുമെന്നാണ്. എന്നാൽ നയതന്ത്രത്തിന്റെ മേലങ്കി അണിഞ്ഞ ഇന്ത്യ അപ്പോൾ തന്നെ ഉറച്ച തീരുമാനമെടുത്തു. ഇനി വെറുതെ ഇരിക്കില്ല. അതിന്റെ ആദ്യഘട്ടമായി നടന്ന ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകളെ വിറപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് പാകിസ്ഥാൻ അഹങ്കാരം നിർത്തിയില്ല. മറിച്ച് സമാധാനത്തിന്റെ പാതയിൽ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതിന് പകരം അവർ കൂടുതൽ തീവ്രതയോടെ ഇന്ത്യയെ തളർത്താനുള്ള തന്ത്രങ്ങൾ വരഞ്ഞു. സൈനിക മേധാവി അസിം മുനീർ അടക്കമുള്ളവർ ഇന്ത്യക്കെതിരെ പരസ്യമായ യുദ്ധഭീഷണി മുഴക്കി. ഏതറ്റം വരെയും പോകുമെന്നവർ അഹങ്കരിച്ചപ്പോൾ ഇന്ത്യ ചെയ്തത് മറ്റൊന്നാണ്. ഇന്ത്യ അവരുടെ കഴുത്തിന് പിടിമുറുക്കി. സിന്ധു നദീജല കരാർ എന്ന അവരുടെ ജീവനാഡി നിയന്ത്രിച്ചുകൊണ്ട്. സിന്ധു നദീജല കരാർ എന്നത് വെറുമൊരു കരാറല്ല, അത് പാകിസ്ഥാന്റെ നിലനിൽപ്പാണ്. പാകിസ്ഥാന്റെ 90% ജനങ്ങളും വസിക്കുന്നത് ഈ സിന്ധു നദീതടങ്ങളിലാണ്. അവരുടെ കാർഷിക ഭൂമിയുടെ 4/5 ഭാഗവും ജലസേചനം നടത്തുന്നതും രാജ്യത്തിന് മുഴുവൻ ജലവൈദ്യുതിയും ഉൽപ്പാദിക്കുന്നതും ഈ സംവിധാനത്തിലൂടെയാണ്. GDPയുടെ 1/3 വരുന്ന കൃഷി മേഖലയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ തൊഴിലും എല്ലാം ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത്. ഭീകരതയുടെ ചോരയൊഴുകുന്ന മണ്ണിലേക്ക് ഇനി ജലത്തിന്റെ ഒഴുക്കുണ്ടാകില്ലെന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറഞ്ഞു. ഇത് വെറും നയതന്ത്രപരമായ നീക്കമായിരുന്നില്ല, മറിച്ച് ശത്രുവിന്റെ സമ്പദ് വ്യവസ്ഥയെ സ്തംഭിപ്പിക്കുന്ന വാട്ടർ ബോംബ് തന്നെയായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ പാക് MP ഷർമിള ഫറൂഖി ജിയോ TV പോലുള്ള മാധ്യമങ്ങളിൽ വന്ന് നിലവിളിക്കുകയാണ്. ഇന്ത്യ വ്യോമാക്രമണം നടത്താതെ പാകിസ്ഥാനികളെ കൊല്ലുന്നു എന്ന് അവർ പരിതപിക്കുന്നു. ജലത്തെ ഇന്ത്യ ആയുധമാക്കുന്നു എന്ന് ആക്ഷേപിക്കുന്നവർ എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ നുഴഞ്ഞുകയറ്റങ്ങളെക്കുറിച്ചും ഭീകരാക്രമണങ്ങളെക്കുറിച്ചും ഒന്നും മിണ്ടുന്നില്ല? ആർട്ടിക്കിളുകളെ കുറിച്ച് വലിയ ക്ലാസുകൾ എടുക്കുന്ന ഇവർ കരാറിലെ ഏറ്റവും വലിയ വ്യവസ്ഥയായ സമാധാനം പാകിസ്ഥാൻ ലംഘിച്ചത് മറന്നുപോയോ? ലോകബാങ്കിനെ കൂട്ടുപിടിച്ച് മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് കാര്യമില്ല. സ്വന്തം രാജ്യം ഭീകരതയുടെ വിത്തുപാകി പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ അതിന് കാരണക്കാർ ഇന്ത്യയല്ല, മറിച്ച് സ്വന്തം ഭരണകൂടമാണെന്ന് പാകിസ്ഥാൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ ഈ നിലപാട് ഒരു ദശകത്തോളം നീണ്ട ക്ഷമയുടെ ഫലമാണ്. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാനാകില്ല എന്ന മോദി സർക്കാരിന്റെ നയത്തിന്റെ വിജയമാണ് ഈ കരാർ നിയന്ത്രണം. പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് അവരുടെ തന്നെ ദുഷ്കർമ്മങ്ങളുടെ ഫലമാണ്. വെള്ളമില്ലാതെ കൃഷി നശിക്കുമ്പോൾ, ഊർജം ലഭിക്കാതെ ഫാക്ടറികൾ അടച്ചുപൂട്ടുമ്പോൾ പാകിസ്ഥാൻ ഒന്നോർക്കുക, ചോദിച്ചു വാങ്ങിയ പണിയാണിത്. ഇന്ത്യ ഇന്നൊരു സൈനിക ശക്തി മാത്രമല്ല, ശത്രുവിന്റെ നാഡീനരമ്പുകൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു നയതന്ത്ര ശക്തി കൂടിയാണ്.
ഇനിയും അഹങ്കാരം തുടരുകയാണെങ്കിൽ പാകിസ്ഥാന്റെ പതനം ഇവിടെ അവസാനിക്കില്ല എന്ന് തന്നെ പറയാം. ഇനി ഷർമിള ഫറൂഖിയുടെ പാക് ഭരണകൂടത്തിനെയും ഈ നിലവിളിയെ പറ്റി നമുക്ക് സംസാരിക്കാം. അവർ വിളിച്ചു പറയുന്നു ഇന്ത്യ പാകിസ്ഥാനികളെ കൊല്ലുന്നു എന്ന്. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, നിങ്ങൾ എന്ത് നീതിയെക്കുറിച്ചാണ് ഈ പറയുന്നത്? കഴിഞ്ഞ വർഷം പഹൽഗാമിൽ നിങ്ങൾ നുഴഞ്ഞു കയറി കൊന്നൊടുക്കിയ ആ പാവം മനുഷ്യരുടെ കണക്ക് എവിടെയാണ്? അന്ന് ഇന്ത്യയിലെ സാധാരണക്കാരെയും ഭീകരരെ വിട്ട് കൊന്നപ്പോൾ നിങ്ങൾ എന്ത് മനുഷ്യാവകാശത്തെക്കുറിച്ചാണ് സംസാരിച്ചത്? ഇതൊരു വ്യക്തിപരമായ വൈരാഗ്യമല്ല പ്രധാനമന്ത്രി മോദിക്ക്, നിങ്ങളോടൊരു വിരോധവുമില്ല. പക്ഷേ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ പാകിസ്ഥാൻ ഭീകരതയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ തകർക്കാൻ നോക്കുമ്പോൾ ഇന്ത്യ നോക്കി നിൽക്കുമെന്ന് കരുതിയോ? നിങ്ങൾ ഓരോ തവണയും ഭീഷണി മുഴുക്കി ജലം കിട്ടാൻ ഞങ്ങൾ എന്തും ചെയ്യുമെന്ന് അഹങ്കരിച്ചു. ഭീഷണി മുഴുക്കി ജയിക്കാമെന്ന് കരുതിയ പാകിസ്ഥാന് ഇന്നിപ്പോൾ ദാഹിക്കുമ്പോൾ കരയുകയാണ്. ചോദിച്ചു വാങ്ങിയ പണിയാണിത്. വിതച്ച വിത്തുകൾ ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ കൊഴിയുകയാണ്. എന്നിട്ടും സ്വന്തം തെറ്റുകൾ തിരുത്താതെ ഇന്ത്യയെ കുറ്റപ്പെടുത്തി ലോകത്തിന് മുന്നിൽ നാടകം കളിക്കുന്ന ഇവരോട് എന്ത് പറയാനാണ്? അലമുറയിട്ടിട്ടൊന്നും കാര്യമില്ല. ഇന്ത്യയുടെ ക്ഷമ പരീക്ഷിച്ചതിന്റെ ഫലം അനുഭവിച്ചേ തീരും. പാകിസ്ഥാൻ ഒരു കാര്യം മറന്നുപോയെന്ന് തോന്നുന്നു. ഭീകരാക്രമണം നടത്താൻ അങ്ങോട്ട് പോയതല്ല. നിങ്ങളുടെ മണ്ണിൽ നിന്ന് തീവ്രവാദികൾ ഇങ്ങോട്ട് വന്ന് ഇന്ത്യൻ മനുഷ്യരെയും കൊന്നൊടുക്കുകയായിരുന്നു. അന്ന് ഇന്ത്യ സമാധാനം ആഗ്രഹിച്ചപ്പോൾ പാകിസ്ഥാൻ ഭീകരതയെ ആയുധമാക്കി. ഇപ്പോൾ ഇന്ത്യ കർശനമായ ഒരു നിലപാടെടുത്തപ്പോൾ ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങളെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് കരയുകയാണ്. സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ബന്ധമാണ്. ആ ബന്ധം തകർത്തത് ഇന്ത്യയല്ല, പാകിസ്ഥാന്റെ തെറ്റായ നയങ്ങളാണ്. കരാർ നിർത്തിവെച്ചാൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കാൻ ഇത്രയും കാലം പാകിസ്ഥാൻ തയ്യാറായില്ല. ജലമില്ലാതെ പാകിസ്ഥാൻ വരളുമ്പോൾ അതിന് ഉത്തരവാദികൾ ഇന്ത്യയല്ല, സ്വന്തം ജനതയുടെ ദാഹം പോലും ഓർത്തില്ലാതെ ഭീകരതയ്ക്ക് പിന്നാലെ പോയ പാകിസ്ഥാന്റെ ഭരണകൂടമാണ്. ചോദിച്ചു വാങ്ങിയ പണിക്ക് കരഞ്ഞിട്ട് ഒരർത്ഥവുമില്ല എന്നത് സാരം. ഇനി ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, എന്താണ് പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പ്? ഒരു പ്രശ്നമുണ്ടായാൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയല്ലേ സമാധാനമുള്ള രാജ്യങ്ങൾ ചെയ്യേണ്ടത്? പക്ഷേ പാകിസ്ഥാൻ എപ്പോഴെങ്കിലും ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടി സത്യസന്ധമായി മുൻകൈ എടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ അഭിനയം? അവർ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു, ഇന്ത്യ പാകിസ്ഥാനികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യയിലെ പാവം മനുഷ്യരുടെ ജീവന് വിലയില്ലേ? പഹൽഗാം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങളിൽ മരിച്ചു വീണ ഇവിടുത്തെ മനുഷ്യരുടെ ജീവനെ പറ്റി എന്തേ നിങ്ങൾ മിണ്ടുന്നില്ല? തെറ്റ് ചെയ്തത് പാകിസ്ഥാനാണ്, കരാർ ലംഘിച്ചത് പാകിസ്ഥാനാണ്, ഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാനാണ്. എന്നിട്ട് അവസാനം എല്ലാം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെച്ച് കരയാൻ നോക്കുന്നു. ഇത് ഇരട്ടത്താപ്പല്ല, ഇത് പാകിസ്ഥാന്റെ വെറും അഹങ്കാരമാണ്. ഇന്ത്യ എന്നും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ആ സമാധാനത്തെ ആയുധം കൊണ്ട് തകർക്കാൻ വന്നാൽ തിരിച്ചടി കൊടുക്കാനും ഇന്ത്യക്കറിയാം. സ്വന്തം ജനതയുടെ ദാഹത്തിന് പോലും മറുപടി പറയാനില്ലാത്തവർ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ വരുന്നത് ഒരു നാണക്കേട് തന്നെയല്ലേ? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കാതെ നിരന്തരം നുഴഞ്ഞുകയറ്റം നടത്തുമ്പോൾ അവർക്കെതിരെ സ്വീകരിക്കുന്ന ഏത് കർശന നടപടിയും പൂർണ്ണമായും ന്യായമാണ്. മോദി സർക്കാരിന്റെ ഈ നടപടി വ്യക്തിപരമായ വൈരാഗ്യമല്ല, മറിച്ച് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. പാകിസ്ഥാനികൾ ഇപ്പോൾ കരയുന്നത് ഇന്ത്യ ചെയ്തതുകൊണ്ടല്ല, മറിച്ച് അവർ ഇത്രയും കാലം ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് മറുപടി കിട്ടാൻ തുടങ്ങിയതുകൊണ്ടാണ്. വിതച്ചതേ കൊയ്യുമെന്ന് പണ്ട് പറയാറില്ലേ? അപ്പോൾ ആ ഭീകരത പാകിസ്ഥാൻ വിതച്ചു. ഇപ്പോൾ അതിന്റെ വിളവെടുപ്പ് പാകിസ്ഥാൻ തന്നെ അനുഭവിക്കുകയാണ്. ഇന്ത്യയുടെ കടുത്ത നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.